എന്റെ വ്യാകുല മാതാവേ, അടി എന്ന് പറഞ്ഞ ഇതുപോലെ ഒരു അടി നമ്മുടെ ജീവിതത്തിൽ കാണാൻ പറ്റില്ല. നിന്റെ പറ്റൂല പണിക്കറ, ഞാൻ പറയുന്നത് പറ്റൂല. ആമ്പിള്ളേരോട് കബഡി കളിച്ച് അവൾക്ക് ശീലമുണ്ടാവില്ല. അതാണ് ബാറ്ററി ഫുൾ ചാർജിൽ കിടക്കുന്നത്. റീചാർജ് ചെയ്താലും പ്രയോജനമില്ലാത്ത കണ്ടംപ്റ്റ് സ്റ്റേജിൽ ജപാന്തവളെ എത്തിക്കാം. ആ പ്രസ്താവനയെ പറ്റി എന്നോട് എന്തെങ്കിലും അഭിപ്രായം ഒരു സ്റ്റേറ്റ്മെന്റ് ആയി പറഞ്ഞിട്ട് താങ്കൾ മറ്റൊരാളിലേക്ക് പോകുക. ഈ തെണ്ടികളൊക്കെ ആരാണ് ഇങ്ങോട്ട് ക്ഷണിച്ചത്? കുറച്ചുകൂടി മാന്യമായിട്ട് സംസാരിക്കണം. ഞങ്ങൾ ഇവിടെ വലിഞ്ഞേറി വന്നവരൊന്നും ബിജെപി സ്പോക്സ് പേഴ്സൺ എന്തിനാ വിളിക്കുന്നത്? വേറെ ആളെ സംസാരിക്കാൻ വേണ്ടി നിന്റെ നാവറിക്ക് പോയടാ പട്ടി. RSS പറയുന്ന കാര്യമില്ല നീ പറയുന്നപ്പോഴും. നീ RSSന്റെ സ്പോക്സ് അല്ലേ? എന്റെ നഖം തൊട്ട് മുടി വരെ തീ പിടിച്ചിരിക്കുക. ഒറ്റയ്ക്ക് ഞാൻ കത്തില്ലാട്ടോ. കോൺഗ്രസിലെ കെ സുധാകരൻ താങ്കളെ അറിയത്തില്ലെന്ന് പറഞ്ഞായിരുന്നു. ഇപ്പൊ തീരുമാനമായോ? കോൺഗ്രസ് കാര്യങ്ങൾ വിശദമായി പഠിച്ച് വേണ്ട നടപടികൾ ഉടനെ എടുക്കാൻ പറഞ്ഞേക്കണം. ഇതാരാന്നറിയോ? ഇല്ല, നമ്മുടെ ദേവകിയുടെ മോളാ. വീട്ടിൽ അമ്മയ്ക്കൊക്കെ സുഖം തന്നെയല്ലേ? ഞാൻ വാർത്ത അല്ല, ഞാൻ വാർത്തയാ പറയുന്നത്. ക്ഷമ വാർത്തയിലുള്ളതാണ് പറയുന്നത്. നിനക്ക് കിട്ടിയതൊന്നും പോരല്ലടാ. ഞാൻ നിങ്ങളെ ഇന്ന് തിരുത്തുന്നു. വാശി വേണ്ട, നീ അങ്ങോട്ട് സമ്മതിച്ചേക്ക്. വെറുതെ ഭാര്യയും കുഞ്ഞുങ്ങളെ അനാഥരാക്കണ എന്തിനാ? ഇഷ്ടംപോലെ നീ ബിജെപി വാർത്തയെന്നായിരിക്കും OPND എന്നായിരിക്കും എടുത്തിട്ടുണ്ടാലും RSS പറയുന്ന കാര്യമില്ല നീ പറഞ്ഞപ്പോഴും. നീ RSSന്റെ അല്ലേ? പ്രിയമുള്ള കണ്ണി ചോരയില്ലാത്തവരെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. 60% ആളുകൾ എതിർക്കുന്ന ഒരു നാടകക്കാരി 40% വോട്ടുമായിട്ടാണ് ഇവിടെ ഭരണം കൈയാളുന്നത്. പേര് വിളിക്കൂ. അല്ലല്ല, ബഹുമാനത്തോടെ സംസാരിക്കുക എന്നുള്ളതാണ്. നല്ല തറവാട്ടി പറഞ്ഞ കുട്ടിയാ. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് പഠിക്കാൻ തുടർന്നോളൂ. ക്ഷമ, നിങ്ങൾക്ക് മറ്റുള്ളവരോട് പ്രതിപക്ഷ ബഹുമാനം ഇല്ല എന്നുള്ള കാര്യം എനിക്കറിയാം. അത് എനിക്ക് ആ കോട്ടയം കൊച്ചാനോട് 2 വർത്താനം ചോദിക്കാതെ എന്റെ നാട്ടിലെ ചൊറിച്ചിൽ മാറുകയല്ല. അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. തള്ളയുടെ ധിക്കാർ അവസാനിപ്പിക്കാതെ നമുക്ക് ഇവിടെ സ്വൈരായി ജീവിക്കാൻ പറ്റില്ല. അല്ല, ക്ഷമ അത്തരം വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക ദേവി. ഇത് നിനക്കെന്നൊക്കെയാണോ നിങ്ങൾ ഒരു ചർച്ചയിൽ വന്നിട്ട് ആൾക്കാരോട് സംസാരിക്കുന്നത്? നിനക്കതാ പറ്റുള്ളൂ പണിക്കർ. നീ ഇതുവരെ കണ്ട എന്റെ മുഖം ഉണ്ടല്ലോ, അത് ഡീസന്റ് മുഖം. എന്നെ തറയാക്കലട മോനെ. സത്യം എന്ന് പറയണം. ശ്രീ വേണു, ഞാൻ ധൈര്യമായിട്ടിരിക്കെ. തനിക്ക് എന്തെങ്കിലും കുഴപ്പം സംഭവിക്കുന്നത് വരെ ഞാൻ തന്റെ കൂടെ ഉണ്ടായിരിക്കും. ഓക്കെ? ശ്രീ വേണു, താങ്കളുടെ അതിഥിയാണ് ഞാൻ. നിശ്ചയമായും. താനേ എന്നെ കുറിച്ച് ആലോചിച്ച് ഭയപ്പെടേണ്ട ഒരു കാര്യമില്ല. ഞാൻ ഈ ഏരിയയിൽ നിന്നേ മാറിത്തരാം. നിങ്ങൾ രണ്ടുപേരും കൂടി അങ്ങോട്ടോ ഇങ്ങോട്ടും മാറി എന്നിട്ട് ഹൃദയത്തിന്റെ ഭാരം ഇറക്കി വെക്കുക. നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് എനിക്ക് കോൺഗ്രസിന്റെ അഭിപ്രായം കേൾക്കണ്ട. ഞാൻ സുധാകരേട്ടനെ വേണേ വിളിച്ച് ചോദിച്ചിട്ട് ഞാൻ അഭിപ്രായം എടുത്തോളാം. അപ്പൊ തൽക്കാലം ഒന്ന് അടങ്ങ്. നിങ്ങൾ സുധാകരനെ വിളിച്ച് ചോദിക്കും. ഇപ്പൊ വിളിച്ച് ചോദിക്കേ. അതല്ലേ നിങ്ങൾ ചെയ്യേണ്ടത്. ഇപ്പൊ വിളിച്ച് ചോദിക്കേ. ഞാൻ പോലും സുധാകരേട്ടനെ പന്ന കഴിവറിന്റെ മക്കളെ, നിങ്ങളൊക്കെ പൂച്ച വേണ്ടല്ലോ. അത് എന്റെ അടുത്ത് വേണ്ട കേട്ടോ. വലിയ ആളാണ്ട് ആവശ്യമില്ല. ഓക്കെ, എനിക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല നീ വിചാരിക്കണ്ട. എന്നെ നീ അവമാനിച്ചു എന്റെ മോൻ കുമാരനങ്ങനെ അറിഞ്ഞ. സുധാകരേട്ടനെ വിളിക്കുന്നതിന് വലിയ ആളൊന്നും ആവേണ്ട കാര്യമില്ല. ഞാനൊരു ലയറാണ്, ഞാനൊരു കൊള്ളരുതാത്തവനാണെന്നൊക്കെയാണ് ഇവർ പറയാൻ ശ്രമിക്കുന്നത്. എന്നിട്ട് അൺപാർലമെന്ററി ആയിട്ടുള്ള പദങ്ങളാണ് ഒരു ചർച്ചയിൽ പറയുന്നത്. മര്യാദക്ക് അല്ലെങ്കിൽ നിന്നെ മാർക്കറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചിട്ടും ഷമാ മുഹമ്മദ് 2-3 ആഴ്ചക്ക് മുമ്പ് താങ്കളുടെ ഒരു പ്രസംഗത്തിന് പുറത്ത് വിദ്വേഷ പ്രസംഗത്തിന് താങ്കൾക്കെതിരെ കേസുണ്ട്. താങ്കൾക്കെതിരെ വരെ കേസുണ്ട്. എന്നിട്ടാണ് ഈ ചർച്ചയിൽ വന്നിട്ട് എന്നെ കൂടി അധിക്ഷേപിക്കുന്നത്. അല്ലല്ല, ഇത്തരം വാക്കുകൾ ഉപയോഗിക്കരുത്. എന്തോന്ന് സൈലൻസ്? ഈ ചർച്ചയിൽ വന്നിട്ട് എന്നെ കൂടി അധിക്ഷേപിക്കുന്നത്. മര്യാദയായിട്ട് സംസാരിക്കണം. ഞാൻ ഒരു ആമ്പിളയാ? എടാ, നീ എന്നെ എരുമമാടെന്ന് വിളിച്ച് ഞാൻ കേട്ടില്ലാന്ന് നിന്റെ വിചാരം? നിന്റെ ഈ പൊങ്ങി നിൽക്കുന്ന കൊന്തമ്പലുണ്ടല്ലോ, ഒരു ഒറ്റ അടി അടിച്ച 32 താഴെ വിടും. അല്ലല്ല, ഇത്തരം വാക്കുകൾ ഉപയോഗിക്കരുത്. ഇത്തരം നാസ്റ്റി കമന്റ്സിന് പ്രാസ ഒപ്പിച്ചുള്ള മറു ഡയലോഗ് മലയാളത്തിലും ഇംഗ്ലീഷിലും വെച്ച് കീറി കയ്യടി വാങ്ങിയാ ഞാൻ ഇവിടം വരെ എത്തിയത്. ആ സ്കോപ്പ് ഈ ജംഗ്ഷനിലും ഉണ്ടെന്നറിയാം, പ്രയോഗിക്കുന്നില്ല. അല്ലല്ല, ഇത്തരം വാക്കുകൾ ഉപയോഗിക്കരുത്. ഇത്തരം വാക്കുകൾ ഉപയോഗിക്കരുത്. അല്ലല്ല, ഇത് ശരിയല്ല. ഇത് നിന്നെ ഇവിടെ ഓടിച്ചില്ലെങ്കിൽ കണ്ട വാലും മടക്കി ഞാനൊരു പട്ടി പോലെ ഇങ്ങനെ നടക്കൂടി. ഒരാഴ്ചക്ക് ഓടിക്കൂടി നിന്നെ. വിദേശത്ത് നിന്ന് ടൂറിസ്റ്റുകൾ വരുമ്പോ ഇവിടെ കൊണ്ടുവരണം. കേരളത്തിലെ ആദിത്യ മര്യാദ സംസ്കാരം ഒക്കെ ഇവിടുന്ന് പഠിക്കാൻ പറ്റും. ഇപ്പഴാ ഒന്ന് ജീവൻ വെച്ചത്. ഈ വഴിക്കല്ലേ അമ്പലക്കുളം ഉണ്ടെന്ന് പറഞ്ഞത്. ഒന്ന് കുളിച്ചു കൊടുത്തിട്ട് പോവാം. കൃഷ്ണ, കൃഷ്ണല്ല അയ്യപ്പനാ. രണ്ടും ഒന്നെയാണോ അയ്യപ്പാ?